നമസ്കാരം രാജേട്ടാ. നമസ്കാരം. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയെ ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ചിലർ ബോധപൂർവം അങ്ങനെ ശ്രമിച്ചതാണോ എന്ന ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും സമാധിയും ഗോപൻ സ്വാമിയും ഒക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പലർക്കും ഈ എന്താണ് സമാധി, ഒരു സ്വാമിയുടെ സമാധി സ്ഥലം എത്രത്തോളം പവിത്രമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ചിലരെങ്കിലും പ്രതികരിക്കുന്നത് കണ്ടു. ആ കുടുംബം പറയുന്നതിലും കാര്യമുണ്ട്, അതോടൊപ്പം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ അനുസരിക്കേണ്ടതുമാണ്. എന്താണ് ഇതിലുള്ളൊരു ചേട്ടൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ്? സമാധി പവിത്രമായ ഒരു കർമ്മമാണ്. ഇവിടുത്തെ ഈ ഇഹലോകവാസം എല്ലാം പൂർത്തിയാക്കി പ്രാണൻ വെടിയാൻ സമയത്ത് എൻ്റെ കാലം ഇതാ തീരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സമാധി സമയത്ത് അദ്ദേഹം എല്ലാവരും ഇങ്ങനെ അങ്ങനെയുള്ള ആളുകൾ, സിദ്ധന്മാരായിട്ട് ആളുകൾ സമാധി മുൻകൂട്ടി പ്രവചിച്ച് സമാധി ചമ്രം പടഞ്ഞിരുന്ന് സമാധിയായിട്ട് പോകുന്ന ആളുകളുണ്ട്. എത്രയോ പേരുണ്ട്. 10,000-കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് സമാധിയായ യോഗിമാരെ കുറിച്ച് നമ്മുടെ ചരിത്രത്തിലും ചരിത്രത്തിലുണ്ട്. ഭാരതത്തിലെ അതായത് അവര് മരണം മുൻകൂട്ടി കാണുക, മരണം മുൻകൂട്ടി കണ്ടിട്ട് അവരുടെ ഈ ഭൂമിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചു. എൻ്റെ മടക്കത്തിനുള്ള സമയമായി, ഞാനിതാ മടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് 1000-കണക്കിന് ആളുകളെ വിളിച്ച് അവരുടെ മുമ്പിൽ ഇങ്ങനെ മേശപ്പുറത്ത് ഇരുന്നിട്ട് സമാധിയായ യോഗാനന്ദ പരമഹംസനെ കുറിച്ചുള്ള ചരിത്രമൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ തന്നെ എത്രയോ സന്യാസിമാര് സമാധിയാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അസുഖം ബാധിച്ച് മരിക്കാം. പക്ഷേ അതും സന്യാസിയായിട്ട് ജീവിച്ച ആളാണെങ്കിൽ സമാധി ഇരുത്താറുണ്ട്. ചില ആളുകൾ ഒരു സന്യാസിയെ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ല. സാധാരണ സാധകന്മാർ അവര് ഈ സമാധി മുൻകൂട്ടി പ്രവചിച്ചിട്ട് സമാധിയാവാറുണ്ട്. പക്ഷെ അതൊന്നും ചർച്ചയാവാറില്ല. രസം, എല്ലാ സമൂഹത്തിലും എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ ഇത്തരത്തില് സമാധി ഇരുത്തൽ നടത്താറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുരുക്കൾ എന്ന ഒരു സമുദായമുണ്ട്. കുരുക്കൾ അവര് സമാധിയിരുത്തല, സ്വാഭാവികമായി മരിച്ചാലും സമാധിയിരുത്തലാണ്. ഭസ്മവും അതുപോലെയുള്ള കൂളത്തലയും ഒക്കെ കൊണ്ട് നിറച്ച് ആ ശരീരം ഇങ്ങനെ മൂടി കല്ലറയ്ക്കുള്ളിൽ വെക്കുന്നതിന് ഏർപ്പാടുണ്ട്. പക്ഷെ അത് ചില സ്ഥലങ്ങളിലൊക്കെ വിമർശനം വരാറുണ്ട്. തൊട്ടടുത്ത ആളുകൾക്ക് അതൊരു താമസിക്കുന്ന ആളുകൾക്ക് പേടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സമാധി വാസ്തവത്തിൽ സമാധിയും സമാധി ക്ഷേത്രവും ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു ക്ഷേത്രമാണ്. സമാധി ക്ഷേത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ സമാധി എന്ത് എന്ന് അറിയാൻ പറ്റൂ. ഇന്നലെ നമ്മുടെ മുൻ ജസ്റ്റിസ് കമാൽ പാഷ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, സമാധി എന്ന് പറയുന്ന അങ്ങനെയൊന്നും സംവിധാനമൊന്നുമില്ല, അത് ഭാരതീയ ന്യായ സംഹിതയ്ക്ക് എതിരാണ്, അതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ നീതിപീഠത്തിനും നിയമവശങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് അജ്ഞതക്കുറവാണ്. 7 തലമുറ തലകുത്തി നിന്നാലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ആർക്കോ ഇങ്ങനെ ഒരു സമാധിയെ കുറിച്ച് ചിന്തിക്കാനാവില്ല. അവരുടെ വ്യവസ്ഥാപിതമായ ശൈലി അതല്ല. പക്ഷേ നമ്മുടെ ഹൈന്ദവ ആചാര്യന്മാര് അവരെത്രയോ മാസങ്ങളായി, എത്രയോ വർഷങ്ങളായി അത് പരിശീലിച്ച്, പ്രാണായാമം പരിശീലിച്ച് അവസാനം ധ്യാനത്തിന് ശേഷം സമാധിയാകുന്ന എത്രയോ പേരുണ്ട്. നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. സമാധി സ്ഥലത്ത് പോയിട്ട് അവര് സമാധി ആവുന്നതിന് മുൻകൂർ പറഞ്ഞിട്ട് ശിഷ്യന്മാരെല്ലാം കൂടെ നിന്ന് നാട്ടുകാരെയും വിളിച്ച് നിർത്തിയിട്ട് അദ്ദേഹം കണ്ണടച്ചിരുന്ന് സമാധിയാകുന്ന ഒരു ചടങ്ങ്. അതായത് ബ്രഹ്മത്തിൽ അങ്ങ് ലയിക്കുകയാണ്. ഈ ബ്രഹ്മത്തിൽ അങ്ങ് ലയിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ച് അറിവില്ലാതെ ഇനി ജഡ്ജി ആണെങ്കിലും ശരി, പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഈ നിയമവശങ്ങളെ കുറിച്ച്. നിയമവശങ്ങളാണെങ്കിൽ അദ്ദേഹം ജുഡീഷ്യറിയിൽ മാറിയതിനു ശേഷം സമാധി ഉള്ളിലുള്ള മതചിന്തകൾ പുറത്തു വരുന്ന ഒരുപാട് അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. പല പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ ന്യായാധിപൻ എന്ന രീതിയിലല്ല, ന്യായാധിപൻ എന്ന രീതിയിൽ മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് അതിന് ന്യായവശം പറയാം, അത് സമാധി. പക്ഷെ ഇത് സമാധി എതിർത്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഹൈന്ദവ ആചാരങ്ങളെ മുൻധാരണ അനുസരിച്ച് അങ്ങേറ്റം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 7 തലമുറ 7 ജന്മം ജീവിച്ചെടുത്താലും ഈ ഇത് കണ്ടുപിടിക്കാനാവില്ല. കാരണം അത് ഹിന്ദുത്വത്തിൽ ജനിക്കണം. ഹിന്ദു എന്ന സംസ്കൃതിയിൽ അദ്ദേഹം ആപ്ലാവനം ചെയ്യണം, അദ്ദേഹം അവിടെ മുഴുകണം. എങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ.
ഇപ്പൊ 119 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന സന്യാസിമാര്, നമ്മുടെ സാധാരണ ഒരു ആളെ സന്യാസിയെ പോലെ ജീവിച്ച ഒരാളുണ്ട്. ഈ പുളിയറക്കോണത്ത് ഉണ്ടായിരുന്നു, 121 വയസ്സ് വരെ ജീവിച്ച ആളുണ്ടായിരുന്നു. വെറും തുളസിയില മാത്രം കഴിച്ചുകൊണ്ട് 132 വയസ്സ് വരെ ജീവിച്ച നേപ്പാളിൽ സമാധിയായ മലയാളി സന്യാസിയുണ്ട്. ഞാൻ പറഞ്ഞത്, അവർ ആഗ്രഹിക്കുന്നോളം കാലം ജീവിക്കുവാനും എപ്പോഴാണോ ഈ ആഗ്രഹം അവസാനിപ്പിച്ച് ഇഹലോകം വെടിയാനുള്ള താല്പര്യമെടുക്കുന്നത് ആ സമയത്ത് സമാധിയാവാനുള്ള അവരുടെ ആ ഇംഗിതം നടപ്പിലാക്കുക. അതുകൊണ്ട് ഗോപൻ സ്വാമിയുടെ സമാധി അതിനെ പൊളിക്കുന്നത് അത് ആചാര ലംഘനമാണ്. വാസ്തവത്തിൽ അത് കാണിക്കുന്നത് അവരുടെ വിശ്വാസങ്ങൾക്ക് മേലുള്ള അനീതിയാണ്. ഗോപൻ സ്വാമിക്ക് ഒരുപക്ഷെ നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കളക്ടറുടെ ഉത്തരവാണ് കല്ലറ പൊളിക്കണം എന്നുള്ളത്. അപ്പം നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് നീതി ലഭിക്കാൻ അതിനകത്ത് കുടുംബത്തിൽപ്പെട്ട ആരും ഒരു പരാതി കൊടുത്തിട്ടില്ല. രണ്ട് നാട്ടുകാരുടെ ചില സംശയങ്ങളാണ്. നാട്ടുകാരുടെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഗോപൻ സ്വാമി അനുകൂലിക്കുന്ന എതിർക്കുന്നവരും, ഗോപൻ സ്വാമിയുടെ സമാധി അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ അമ്പലവും ആയിട്ട് വിശ്വാസമില്ലാത്ത ചില ആളുകൾ ഉണ്ടാവാം. അവരാണ് എതിർപ്പിന്റെ കുന്തമനം ഉയർത്തുന്നത്. പക്ഷെ വിശ്വാസികളായ ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെയൊക്കെ പോലീസൊക്കെ പോയിട്ട് ഇന്നലെ പൊളിക്കാതെ മാറ്റിവെച്ച എന്താ, രണ്ട് ചേരിയായ ആളുകൾ തിരിഞ്ഞു. ഹൈന്ദവ സംഘങ്ങൾ എതിർക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു വിശ്വാസത്തെ, ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ ഹനിക്കുന്നതാണ്. ഒരുപക്ഷെ കല്ലറ പൊളിച്ചു, പോസ്റ്റ്മോർട്ടം നടത്തി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് തിരിച്ച് വീണ്ടും ഈ സംസ്കാര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോഴീ അവര് പറയുന്ന ഈ പവിത്രത കളങ്കപ്പെടില്ലേ? അങ്ങനെയാണെങ്കിലും കൊലപാതകമാണ് എന്ന് സംശയമുണ്ട് എങ്കിൽ, സാധാരണ മരണമാണെങ്കിൽ, ഇത് അദ്ദേഹം എത്രയോ വർഷങ്ങളായി കല്ലറ പണിയിച്ച് കാത്തിരിക്കുകയാണ് ഗോപൻ സ്വാമി. എത്രയോ വർഷങ്ങളായി അതിനനുസരിച്ച് കല്ലറ പണിഞ്ഞ് ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ആളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ സമാധിയിൽ ഇനി പൊളിക്കുക, ആ സമാധിയിൽ കയറിയിട്ട് പോലീസ് വൃത്തിയോട് കാണിക്കുക. ഈ പ്രതിഷേധക്കാർക്ക് വേറെ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ? ഒന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചുറ്റും ഉള്ളവര് കൂടുതൽ ക്രൈസ്തവ വിശ്വാസികളാണ്. അവര് എത്രയോ സ്ഥലത്ത് കല്ലറ കെട്ടിട്ട് അടക്കുന്നുണ്ട്. പക്ഷെ സമാധി എന്ന് പറയാറില്ല, കല്ലറയിൽ അടക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോ അതവർക്ക് പവിത്രമാണ്. എന്തുകൊണ്ട് അന്യ സംസ്കാരത്തിന്റെ ആളുകളെ അല്ലെങ്കിൽ അന്യ വിശ്വാസത്തിന്റെ ആളുകളുടെ രീതികളെ സംശയത്തോടെ കാണുന്നു? ഗോപൻ സ്വാമിക്ക് എന്തെങ്കിലും അപകടം പറ്റിയതല്ലോ. ഗോപൻ സ്വാമി എത്രയോ വർഷങ്ങളായിട്ട് സ്വന്തം ഇച്ഛപ്രകാരം കല്ലറ കെട്ടിവെച്ചിട്ട് കാത്തിരിക്കുന്ന ആളാണ്. കല്ലറ കെട്ടി കാത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്തു. അവിടെയാണ് കല്ലറ കെട്ടിയത്, അവിടെയാണ് കല്ലറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഇനി അതിനെതിരെ വരുന്ന കലാപങ്ങൾ വാസ്തവത്തിൽ അത് ഹിന്ദു ആചാരങ്ങൾക്കെതിരായിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരുന്നിടത്ത് നോക്കി നമുക്ക് കാണാം. കാരണം ഇതൊരു മനുഷ്യന്റെ താല്പര്യങ്ങളുടെ, അവന്റെ ഇച്ഛാശക്തിയുടെ, അവന്റെ സംസ്കൃതിയുടെ ഭാഗമാണ്. തീർച്ചയായും. മനസ്സിലാവണം.